കേരള പോലീസിലെ ഭാവിയിലെ നേരിടാൻ പോകുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ സൈബർ ക്രൈംസ്, ഫിനാൻഷ്യൽ ഫ്രോഡ്സ്, പിന്നെ നാർക്കറ്റിക് ഡ്രഗ്സാണ്. ഈ എല്ലാത്തിനും എതിരായിട്ട് നമ്മൾ വളരെ പ്ലാൻഡായിട്ടുള്ള, ഇതിന് കൺട്രോൾ ചെയ്യാൻ പ്ലാൻഡായിട്ടുള്ള പല നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്, നടന്നു വരുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് കുറേ കേസുകൾ നമുക്ക് തെളിയിക്കാൻ സാധിച്ചു. അത് ഈ ഫൈനാൻഷ്യൽ ഫ്രോഡ്സ് ആയാലും, ഓൺലൈൻ തട്ടിപ്പായാലും, സൈബർ ക്രൈംസ് ആയാലും, അതുപോലെ തന്നെ ഈ നാർക്കറ്റിക് ഡ്രഗ്സിലെ ഒരുപാട് നല്ല പ്രവർത്തനം നടത്തിയിട്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എൻഫോഴ്സ്മെൻറ്റ് മാത്രമല്ല, കൗൺസിലിംഗ് പോലെയുള്ള സോഷ്യൽ ഇനിഷ്യേറ്റീവ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ജോലി വളരെ ശക്തമായിട്ട് ഇനിയും മുമ്പോട്ട് കൊണ്ടുപോകാനാണ്. ഇതെല്ലാം സമൂഹത്തിനെ നശിപ്പിക്കാൻ പോകുന്ന വളരെ വികൃതമായിട്ടുള്ള ക്രൈംസാണ്. നിങ്ങളെല്ലാവരും ഈ വിഷയത്തിൽ വളരെ ശക്തമായിട്ടുള്ള നടപടി തുടർച്ചയായിട്ട് ചെയ്യുമെന്ന വിശ്വാസം എനിക്കുണ്ട്. ഈ ജോലി ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ട്രെയിനിങ് പ്രോഗ്രാംസ് ഇനി ഭാവിയിലെയും തുടരുമെന്ന വിശ്വാസം എനിക്കുണ്ട്. നമ്മൾ പോലീസ് സ്റ്റേഷനിലായാലും ഏതെങ്കിലും ഓഫീസായാലും എന്തെങ്കിലും സേവനത്തിന് വേണ്ടി ആരെങ്കിലും ഒരു വ്യക്തി വന്നാൽ നമ്മൾ ഏതെങ്കിലും ഓഫീസിൽ പോയി നമ്മളോട് ആ ഓഫീസ് ഉദ്യോഗസ്ഥർ എങ്ങനെ പെരുമാറണം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതുപോലത്തെ ആയിരിക്കണം നമ്മൾ അങ്ങോട്ട് സർവീസ് നൽകേണ്ടത്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു എംപത്തി, സിംപത്തി ആണ്. നമ്മളെല്ലാവരും ഓർക്കുക, യൂണിഫോം ഒരു ടെമ്പററി സാധനമാണ്. യൂണിഫോം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളെല്ലാവരും ഡ്യൂട്ടി ബൗണ്ടാണ്. നമ്മൾ സംസ്ഥാനത്തിൻ്റെ, രാജ്യത്തിൻ്റെ സർവീസിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഈ കേരളത്തിൻ്റെ ജനതന് സേവിക്കാനുള്ള ഒരു അവസരം നൽകിയ പടച്ചവനെ ഞാൻ ഈ സമയത്തിൽ നന്ദി പറയുകയാണ്. അതോടൊപ്പം SPCIT കേരള പോലീസിലെ ജോലി ചെയ്തുകൊണ്ട് കേരള സമൂഹത്തിനെ സേവിക്കാനുള്ള ഒരു അവസരം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ ഞാൻ ഇവിടെ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം എൻ്റെ സർവീസ് ഉടനീളം ഒരുപാട് മുഖ്യമന്ത്രിമാർ, ഹോം മിനിസ്റ്റർമാർ എന്നെ വിശ്വസിച്ചിട്ട് എനിക്ക് ഒരുപാട് പ്രധാനപ്പെട്ട ജോലികൾ നൽകിയിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും ഞാൻ ഇന്ന് വളരെ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് ഓർക്കുകയാണ്, അവരോട് നന്ദി പറയുകയാണ്. എൻ്റെ ഈ 2 വർഷക്കാലത്തിലെ ഒരുപാട് ആൾക്കാർ ഈ ജോലി നന്നായിട്ട് ചെയ്യാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. അത് എൻ്റെ ഓഫീസിലുള്ള എൻ്റെ പേഴ്സണൽ സ്റ്റാഫായാലും, ജില്ലകളിലുള്ള SP മാരായാലും, DIG മാരായാലും, IGP മാരായാലും, ADGP ആയാലും, ഓരോ പോലീസ് സ്റ്റേഷനിലും ഓരോ ഓഫീസിലെയും ജോലി ചെയ്യുന്ന ലാസ്റ്റ് പേഴ്സൺ, CPO മുതൽ എല്ലാവരും എന്നോട് ഒരുപാട് സഹകരണം കാണിച്ചിട്ടുണ്ട്, എന്നെ സ്നേഹിച്ചിട്ടുണ്ട്. നമ്മൾ പറയുന്ന ഓരോരോ കാര്യങ്ങൾ വളരെ സിൻസിയറായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ എല്ലാവരുടെ ഒരു സഹകരണം, അവരുടെ സപ്പോർട്ടും അവരുടെ സ്നേഹം കൊണ്ട് മാത്രമേ ഈ എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിന് ഞാൻ ഓരോ വ്യക്തിനോട് എൻ്റെ നന്ദിയും കടപ്പാടും സ്നേഹം ഇവിടെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇത്ര ഗംഭീരമായിട്ടുള്ള ഈ പരേഡ് ഇവിടെ ചെയ്ത ADGP ബറ്റാലിയൻ, DIG ബറ്റാലിയൻ കമാൻഡൻറ്റ്, SAP, മറ്റ് അവരോട് കൂടെ പ്രവർത്തിച്ച എല്ലാ ഉദ്യോഗസ്ഥരോടും ഞാൻ എൻ്റെ
നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ പരിപാടിയിലെ എന്നെ ആശംസിക്കാൻ വേണ്ടി വന്ന എല്ലാ സീനിയർ ഉദ്യോഗസ്ഥരും, എൻ്റെ സ്നേഹാഭിലാഷികൾ, പത്രമാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരും ഞാൻ ഒരിക്കലും കൂടി നന്ദി രേഖപ്പെടുത്തിയത് കൊണ്ട് അവസാനിക്കുന്നു. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.